எந்தடே எப்போ நண்பா உன்னை மறந்துட்டியா என்ன வயசாயிட்டு தங்கமணி நரைச்சிட்டு தாடிலாம் ஐயா ஸ்கூல்ல வந்து அப்பாவும் அங்கிளும் வந்து ரொம்ப ஃப்ரெண்டு. ஆமா, பெஸ்ட் ஃப்ரெண்டு. இங்க பாரு, எல்லாரும் போட்டு கலாய்ப்போம் சிரிப்போம் உட்காந்து. அந்த மாதிரி நீ வரக்கூடாது, நல்லா வரும். இதான கடை இல்லையா? சூப்பராக. லெஃப்ட் சைடு ஃபுல் பரோட்டா, ரைட் சைடு பிரியாணி. சூப்பர். என்ஜாய். ചിക്കൻ 65. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മണി ഇപ്പോൾ കറക്റ്റ് 10:30 മണി ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഡേ തിരുനെൽവേലിയിൽ നിൽക്കുന്നത്. നമ്മൾ വന്ന ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഷോർട്സിന് വേണ്ടിയിട്ടൊക്കെ. ഇനിയും കുറേ വീഡിയോ എടുക്കാറുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഷോർട്സിൻ്റെ പ്രൊമോഷൻ കംപ്ലീറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുകാരന്മാരെ കാണാനുണ്ട്. അവരെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒന്ന് കറങ്ങണം ഈ തിരുനെൽവേലി ഫുള്ളായിട്ട്. എവിടെയൊക്കെ പോകണം? സായിബാബ കോവിൽ, നെല്ലേപ്പർ കോവിൽ, പിന്നെ ജംഗ്ഷൻ, ടൗണ്, അതായത് സിറ്റി മൊത്തം കറങ്ങിയിട്ട് പയ്യന്മാരെ കൂടെ വൈബും ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പഴയ കാര്യങ്ങളെ പറഞ്ഞിട്ട് നേരെ വീട്ടിൽ പോകണം. അതാണ് മെയിൻ വിഷയം, വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ പ്രകാശ്, തങ്കമണി, സതീഷ്, വിശാൽ സെൽവം. ഈ 4 പേരിൽ 2 പേര് പറഞ്ഞോളൂ. തങ്കമണി, സതീഷ്, തങ്കമണി, പ്രകാശ്. ബാക്കി 2 പേർക്ക് വരാൻ പറ്റില്ല പറഞ്ഞിരിക്കുകയാണ്. ജോലി കാര്യങ്ങൾ തിരക്കിൽ നിൽക്കുകയാണ്. ഓക്കെ, പോന്നാ ഇത്ര തന്നെ, വേറെ ഒന്നും പറയാനല്ലോ. ശരി, ഓക്കെ. അപ്പോൾ ഡയലോഗ് പറയാം. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും വാങ്ങത്തെ നിങ്ങൾ കാമിക്കില്ലേ തന്നത്തെ പോയിട്ട് പറഞ്ഞാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ എനിക്ക് ട്രിപ്പ് പോവാം. இந்த டைம் ஒன்றும் நடக்கல. இந்த டைம் வந்தது அதான் எங்கேயாவது போகலாம். மாமா கூட காரில் எங்கேயாச்சும் போயிட்டு வரோம். ഇപ്രാവശ്യം മാമയ്ക്കും ബിസി, എനിക്കാണ് ഈ വർക്കും കാര്യങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇടത്ത് പോയില്ല. ജസ്റ്റ് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എൻ്റെ ജോലിക്ക് ഞാൻ പോകുന്നു, മാമയുടെ ജോലിക്ക് പോവുകയാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ടൈം ഫാമിലി വരാം. ഫാമിലി അപ്പടി വരാൻ முடியாதுല്ല ഇപ്പോഴത്തേക്ക്. ഇപ്പോൾ വാണി പ്രഗ്നൻസി ആയിരിക്കുകയാണ്. അപ്പോൾ ഡെലിവറി ആയി കഴിഞ്ഞിട്ട് പുതിയ ആളൊക്കെ വീട്ടിൽ വരും. വന്നതിന് ശേഷം നമ്മൾ ഫാമിലിയെ എല്ലാവരും சேர்ந்து ஒரு பெரிய ட்ரிப்பா போவோம். நினைச்சா நடக்கும். அதான் எண்ணம் போல் வாழ்க்கையை சொல்ல மாதிரி என்ன. சரி, எல்லாம் கேட்டா சொல்லுங்க. கோகுல் வந்தப்பறம் சொல்லுங்க. மாமாட்ட கால் பண்ணி சொல்லிட்டா அப்போ சொல்லிட்டு போறேன். சரி, ஓகே. அப்போ இறங்கண்ணா, வேற ஒன்றும் பயம் இல்லை. வேற என்ன சொல்லிருக்கேன் உங்களுக்கு? அப்போ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് നേരം സെന്റിമെന്റ് അടിക്കുക, അടുത്ത സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആകുക. കാരണം ഒരൊറ്റ ലൈഫ് എവിടെ മാക്സിമം അടിച്ചു പൊളിക്കാൻ നോക്കുക. അപ്പോൾ LAPG ലൈഫ് അടിച്ചു പൊളിക്കണം, കട്ടൊക്കെ നിൽക്കണം. ബാ അത്രേ ഉള്ളൂ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. LAPG കട്ടൊക്കെ നിൽക്കണം. ഓക്കെ, എല്ലാം എടുത്തിട്ടുണ്ട്. പേഴ്സ്, ഫോണ്, ഹെഡ്ഫോണ്, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം, തുണികൾ. ഓക്കെ, എന്തെങ്കിലും മറന്നെങ്കിൽ കുറേ ആയിക്കോട്ടെ അല്ലേ. വണ്ടി കുറച്ച് പൊടിയായിരിക്കും, തുടക്കണമായിരുന്നു. ശരി, കുഴപ്പമില്ല. സമയമായി. അമ്മയോടെ വെയിറ്റ് ചെയ്യാനായിരിക്കും. കഥന്നെ പോയിട്ട് കൂപ്പിടുന്നേ. ചങ്ങല പറയണ ഞാൻ കാൽ പണി ചൊല്ലുതേൻ. ഓക്കെ വാ. ഓക്കെ, ബൈ, സി. ഓക്കെ, നമ്മളൊരു വീട്ടിൽ ഐശ്വര്യമായിട്ട് ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന സ്ഥലം നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് കറക്റ്റ് ഒരു 9.4 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ പോയിട്ട് പ്രകാശിനെയും തങ്കമണിയും പിക്കപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്ന സ്ഥലമാണ് സായിബാബ കോവിൽ. അപ്പോൾ ഇപ്പോഴത്തെ വൈബ് എന്ന് പറയുമ്പോൾ ഹാപ്പി വൈബാണ്. ഒരുപാട് സന്തോഷമാണ് മനസ്സിനകത്ത്. കാരണം കൂട്ടുകാരെ കണ്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ അവർ കൂടെ ഒന്ന് ഫൺ ചെയ്യണം, കളി അടിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പം നടക്കാൻ പോവുകയാണ്. ഇത്ര ദിവസം ഗ്രൂപ്പിൽ കിടന്ന് ഭയങ്കര ഫണ്ണായിരുന്നു. ഫണ്ണും കോമഡിയും തഗ് അടിച്ച്. ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ വേറെ ലെവലായിരിക്കും അതിനേക്കാളും. സംഭവം നമുക്ക് കുറേ വ്ളോഗ് എടുക്കണം കേട്ടോ. കൂടുതൽ ഭാഗം വ്ളോഗിന് വേണ്ടി ഡീസൻ്റ് ചെയ്യണം. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പേഴ്സണലായിട്ട് കാണാൻ വേണ്ടിയിട്ട് തഗ് ചെയ്യാം. എന്തടേ ഒപ്പോ കഷ്ടം. ഈ പട്ടിയുടെ കാര്യം കൊണ്ട് തോറ്റ് ഇപ്പോൾ ഇടിച്ചേനെ. ഞാനും മാറി നോക്കണം. അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് മാറുന്നു. പട്ടിക്ക് ചെവി കേട്ടൂടെ, അതുകൊണ്ടായിരിക്കും മിക്കവാറും. ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ ഫുള്ള് വെയിലാണ്. ക്ലൗഡി മഴക്കുളമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇത്ര വെയിലുണ്ടെങ്കിൽ തണുപ്പുണ്ട്. അതുകൊണ്ട് വേറെ വിഷയമില്ല. ആ ചൂട് അടിക്കണം ദേഹത്ത്. പകൽ വെയിലായാലും വൈകിട്ട് 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞാൽ സൂപ്പർ കേട്ടോ. കൊടൈക്കനാൽ ഊട്ടി പോലെ ഇരിക്കുന്നത്. രാത്രിയൊക്കെ ഉറങ്ങാൻ പറ്റില്ല, തണുത്ത് വിറയ്ക്കണ്. സംഭവം പണ്ടൊക്കെ തിരുനെല്ലി വരുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന വെയിലാണ്. ചൂട് സഹിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല വീട്ടിൽ കിടന്ന്. പക്ഷേ ഇപ്പോൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. തിരുനെൽവേലി അൽവാടാ, തിരുച്ചി മലക്കോട്ടടാ, കുടിക്കിറാണ് കേവലപ്പെടുത്ത കൂടാതെ 500 അടിച്ച് ഔട്ട് ആവറ ടെണ്ടുൽക്കർ. ഇവിടെയാണ് സ്റ്റാളി പറഞ്ഞ കേട്ടോ. ഈ ഭാഗത്ത് സ്റ്റാളിന് വരാറ്. നമുക്ക് എന്തായാലും തളപതി വിജയ് വരുമ്പോൾ നമുക്കിവിടെ വരാം. ഇവിടെ വന്ന് വ്ളോഗ് ചെയ്യാം സൂപ്പറായിട്ട്. പുള്ളിയുടെ പ്രചരണവും പുള്ളിയുടെ പാർട്ടി മീറ്റിങ്ങും ഇവിടുത്തെ ആൾക്കൂട്ടം എല്ലാം കാണിച്ച് സൂപ്പർ വ്ളോഗ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മൾ ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പുതു ബസ് സ്റ്റാൻഡ്. റൈറ്റ് സൈഡ് കാണുന്ന പുതു ബസ് സ്റ്റാൻഡ്. നമ്മൾ അവിടെ പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കൂട്ടുകാരന്മാർ ഇവിടെ നിൽക്കുന്ന പറഞ്ഞത്. നൻപാ ഉണ്ണ മറന്നിട്ടിയാ എന്നെ വയസ്സായിട്ട് തങ്ങമണി നരച്ചിട്ട് താടിയില്ല. അയ്യയ്യോ எப்படி ஹான்சம் இருந்தானே தனுஷ் மணியா. இங்க வர மீசெல்லாம் எடுத்து சேவ் பண்ணிட்டான். ஆமா, வெயிட் போட்டான். வீட்டில் உட்காந்து வெயிட் போட்டான். ஆமா, அப்படி சூப்பர். ஃபுல் ஹைடெக் நாங்கள் வந்து டெக்னாலஜி பைய பிடிச்சிட்டான். எல்லாம் டெக்னாலஜி. பவுடர் இருக்கு, தொடச்சுடு. ரொம்ப. நீ எங்க இருந்த, எப்படி வந்தியோ?
ஓகே 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 இது கேமரா பற்றி சொல்லுங்க என்னது ஓட்டிட்டு இருக்கு இன்னொரு ஆள்கிட்ட பார்த்தா இருக்கு சதீஷ் விஷால் செல்வம் அவன் கூப்பிட்டு பார்த்தேன் அவன் சாயங்காலம் ஜங்ஷனில் மீட் பண்ணலாம் சொல்லிட்டான் அவன் விஷால் செல்வம் எப்படி வேலையாக இருக்கானோ சரி ஓகே ஓகே நம்ம இந்த பாட்டை போடுவோம் வாங்க நண்பா என்ன மறந்துட்டியா வேகன் என்ன மறந்து സത്യം പറഞ്ഞ പയ്യന്മാരെ ലുക്ക് മാറിപ്പോയിട്ടാ അതായത് പ്രകാശ് ആൾ കുറച്ച് സ്ലിമ്മാണ് ഇപ്പോൾ കുറച്ച് വണ്ണം വെച്ച് സംഭവം അതാ പ്രകാശ് ഇത് വേറെ ഒന്നുമില്ല ഈ കാല് ഇവിടെ ഒടിഞ്ഞായിരുന്നു പുള്ളിയുടെ ഈ തുടരെ മുകളിൽ ഇപ്പം എല്ലാം കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പം എല്ലാം ജോയിൻ്റ് ആയിട്ടുണ്ട് പുള്ളി ഇപ്പോൾ ജോലിക്ക് പോകുന്നത് വീട്ടിലാണ് പുള്ളി വീട്ടിലായതുകൊണ്ട് പുള്ളിയുടെ വെയിറ്റ് ബോഡി വെയിറ്റ് കയറി തങ്കമണി വന്നിട്ട് ഭയങ്കര ഹാൻഡ്സമായ ആളാണ് ഇപ്പോൾ കുറച്ച് വയസ്സായതുകൊണ്ട് നരച്ചിരിക്കുകയാണ് ഒരു 32 വയസ്സാ 33 27 சொன்னாங்க போன மாதம் 40 வருஷம் ஓகே போமா நேரம் அங்கே போயிட்டு அங்கே போய் ബ്ലോഗ് பண்ண സൂപ്പറാണ് സത്തമാ ഇருக்கு ഒരേ ഓക്കെ പോന്നെ കമോൺ കൊയ്ക്ക് എത്ര ഉള്ളൂ പയ്യന്മാരെത്തി ഇനി വേറെ ലെവലാണ് സത്യം പറഞ്ഞാൽ പയ്യന്മാർക്കെല്ലാം വയസ്സായിട്ടാ ഇപ്പം പയ്യന്മാരെന്ന് പറയാൻ പറ്റില്ല മാമന്മാരെല്ലാവരും പക്ഷെ ആ ഒരു തോന്നൽ ഉണ്ടാവുള്ളൂ കേട്ടോ നമ്മൾ മാമന്മാരായെന്നുള്ള കാര്യമേ നമ്മളിപ്പോഴും 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു ഫീലാണ് ആ സമയത്ത് നമ്മൾ എങ്ങനെ ഇരുന്നോ ഇപ്പോഴും അങ്ങനെ അടിക്കണത് ആ സംസാരവും ആ കോമഡിയും അങ്ങനത്തെ ഒരു മെച്യൂരിറ്റിയാണ് ഇപ്പോൾ ഉള്ളത് സംഭവം തീരെ ചൈൽഡിഷ് അല്ല എന്നാൽ ആ ഫണ്ട് ഇപ്പോഴും നമ്മുടെ അടുത്തുണ്ട് ഒട്ടും തന്നെ കുറവില്ല ഓക്കെ നമ്മൾ ആൾമോസ്റ്റ് ലൊക്കേഷൻ എത്താറായി ഈ ലൊക്കേഷൻ്റെ പേരുടെ റെഡ്ഡിയാർപ്പെട്ടി ഇവിടെ നിന്ന് കുറച്ചുകൂടെ പോകാണ്ട് 2 കിലോമീറ്റർ ഉള്ള എത്താറായി ആ മലയല്ലേ കറക്റ്റ് അവിടെ തന്നെ ആ മലയുടെ മുകളിലാണ് കോവിൽ പറഞ്ഞത് அந்த வான பெருசுதா பூமி பெருசுதா அதுக்கு மேலையும் நட்பு பெருசுதா நம்ம கையில் சுழலுது பூமி கடல் நமக்கு தான் கரையும் நமக்கு தான் தட்டிக்கிட்டா கிட்டா டே என்ன மாப்பிள இப்படி வந்து அப்படி இருக்கணும் ഒട്ടും കോമഡിയാണ് പക്ഷെ ഇപ്പോൾ കേൾക്കില്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ വൈബ് സത്യം പറഞ്ഞറിയാൻ പാടില്ല ഒരു ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കണം ഒരു എന്ത് പറയാ ആ പഴയ കാലം തിരിച്ചു കെട്ടിയ ഒരു ഫീൽ ആയിരിക്കണം ഇത് മതിയായിരുന്നു ലൈഫിൽ വേറെ ഒന്നും വേണ്ട തോന്നിപ്പോൾ കയ്യിൽ വലിയ പൈസ ഇല്ല വലിയ സെറ്റിലായില്ല എന്നാലും ഇവരിവിടെ ചേരുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് അതിന് എത്ര വില കൊടുത്താലും വാങ്ങാൻ പറ്റില്ല ആ സന്തോഷങ്ങളല്ലേ നമ്മൾ ഹൈവേ ന്യൂട്ടൺ എടുത്ത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് പിടിച്ച് പോകണം തോന്നട്ടോ മലയുടെ മുകളിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് കയറാൻ പറ്റുമെങ്കിൽ കയറാൻ നോക്കട്ടെ ഫുൾ ഫോറസ്റ്റ് ആണ് അങ്ങോട്ടൊക്കെ നമ്മൾ വാൽപ്പാറ ഫോറസ്റ്റിൽ പോയ ആൾക്കാരാണ് പിന്നെയാണ് ഈ ഒരു ചെറിയ കാടല്ലേ ഫ്യൂച്ചറിൽ എന്നാ പോகிறோம் ஃபியூச்சரில் நம்ம என்ன போகிறோம் அப்படி சொல்லி அப்படா போடு வாட் இதுதான் அப்படிதான் இருக்கணும் எதுக்கு என்ன பண்ண போகிறோன்னா ஜாலியாக அப்படியே வண்டி எடுத்துகிட்டு பெட்ரோல் தீர்ந்து வண்டி நிற்கிறோம் வண்டியை போட்டு நடந்து போக வேண்டியதான் தக்காளி விட்டு அடிச்சா அவ்வளோதாண்ணா ஆலயம் செல்லும் வழி சூப்பர்ல ரோடு நேராக போடண்டா மலையிலோடு நேரம் ஏறியுமா மலை மேலே மலை மேலே ஏற்றி ஜம்ப் பண்ணிடுவாங்க അതാണ് കോവിൽ ഇവിടെ നേരെ റൈറ്റ് പോകണം സംഭവം ലുക്ക് ഒരു രക്ഷയില്ല അടിപൊളിയായിരിക്കണം വേറെ പറയാൻ വാക്കുകളില്ല ഇപ്പോൾ തിരുനെൽവേലി വന്നു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇവിടെ വരണമെങ്കിൽ വരാം റെഡ്ഡിയാർപ്പെട്ടി ശ്രീ സായിബാബ ടെമ്പിളിൽ നിന്ന് മാപ്പ് ഇട്ടാൽ മതി കറക്റ്റ് മാപ്പ് ലൊക്കേഷൻ കാണിച്ചത് വേറെ വിഷയമൊന്നുമില്ല எப்படி போகிறேன் ஏபி ஆனால் எப்படி போகிறான் ரோடு இப்படியா இருக்கு ഓ ഇങ്ങനെ വ്യൂ സൂപ്പർ ആക്കണേ കുറച്ച് കയറ്റം കയറിയപ്പോൾ കിട്ടില്ല വ്യൂ ആയിരിക്കണം നീ നല്ല കയറ്റം കയറി എങ്ങനെ ആയിരിക്കും അവളെ சேவம்பள ரவுடி மாதிரி இருக்க காமெடி பண்ணிட்டாங்க தனுஷ் தான் வட சென்னை தனுஷ் வணக்கம் வாங்க போவோம் അപ്പോൾ ഇത് പ്രകാശ് ഇത് തങ്കമണിയില്ല ധനുഷ് ഫാനാണ് ധനുഷ് എന്ന് പറഞ്ഞ ജീവനാണ് പുള്ളിക്ക് അപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയല്ല അതായത് 2003 നിനക്കാണ് 2002 തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ് അന്ന് ഇവിടെ നിന്ന് പഠിച്ച സമയമായിരുന്നു 6th 7th 8th ആ 3 വർഷം ഇവിടെ പഠിച്ചിട്ട് ഞാൻ ട്രിവാൻഡ്രത്ത് പോയി അതിനുശേഷം വലിയ ഫ്രണ്ട്ഷിപ്പില്ലായിരുന്നു ഇവരെ കൂടെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഫേസ്ബുക്ക് വന്ന ശേഷമാണ് ഇവരൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് പിന്നെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ആയി പിന്നെ ഇന്ന് വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങി വാട്സാപ്പിൽ കൂടെ സംസാരിക്കുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കി ലെഫ്റ്റ് ആവും പിന്നെ നമ്മൾ ഒന്ന് ചേരും അങ്ങനെ ഇപ്പോൾ ഒന്ന് ചേർന്നിരിക്കുകയാണ് ഒരു 2 വർഷം കഴിഞ്ഞല്ലേ அது எல்லா ஃப்ரெண்ட்ஸோட சேரும்போது கொஞ்சம் டிஸ்கஸில் ஏதாவது வெளியே போவோம் ஆனால் நாங்கள் இப்போவுமே பேசிட்டு தான் இருப்போம் அதான் ഇടയ്ക്കിടയ്ക്ക് വഴക്ക് വേണം അപ്പോഴേ ഒരു ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് സ്ട്രോങ് ആവുള്ളൂ என்ன தங்கமணி அப்கோர்ஸ் இங்கிலீஷே பரவாயில்ல மலையாளம் நோ தமிழ் அப்புறம் என்ன சொல்ல விரும்புறீங்க நான் என்ன சொல்ல இன்னும் உள்ள போய் பார்ப்போம் சாய்பாபா கோயில் போய் பார்த்துட்டு சந்தோஷம் இன்னைக்கு நாளை வந்து எப்படி இருக்கு ஸோ ஹாப்பி ஃபார் திஸ் டே அப்கோர்ஸ் ஒன்றும் இல்லை வாங்க தொடங்கி அந்த அடுத்த இங்கிலீஷாണ് இந்த சாய்பாபா கோயில் எவ்வளோ வருஷம் ஆச்சு தொடங்கிட்டு அது உள்ள விதங்க தெரியல செவந்திப்பட்டி மலை ஏரியா செவந்திப்பட்டி மலையில இந்த லொகேஷன் பாருங்க லொகேஷன் இது திருநெல்வேலியில் கொஞ்சம் ஹைட்டான ஏரியா இந்த லொகேஷன் நல்ல ஏரியா கவர் பண்ணி மலைக்கு மேலே இருக்கு இது பார்க்குறது ஊர் மொத்தம் தெரியும்னா நம்ம திருநெல்வேலி சிட்டி மொத்தം സൂപ്പറാണ് தெரியும் ഇങ്ങനെ பார்த்தா ഈ കൂട്ടത്തിൽ 2 പേര് വരാനുണ്ട് ഒന്ന് സതീഷ് ഒന്ന് വിശാൽ സെൽവം സതീഷ് വരാൻ പറ്റുമായിരുന്നു പക്ഷെ അവൻ എന്തോ ഒരു കാര്യം പറഞ്ഞ് എസ്കേപ്പ് ആയി എസ്കേപ്പ് ആയിട്ടാ ഫുൾ എസ്കേപ്പ് ഫുൾ ഫ്രാഡ് ഇന്ന ദിവസം ഫുള്ളായിട്ട് നല്ല ജാളിയാ ഗ്യാസ് പോவோம் காமெடி பண்ணுவோம் ஜாலியாக என்ஜாய் பண்ணிட்டு வருவோம் அப்புறம் இப்போ இன்னைக்கு சாப்பாடு பிளான் எப்படி
அது சாப்பாடு போகாமல் மேலப்பழத்தில் நிலா ஹோட்டல் இருக்குது, சூப்பராக இருக்கும், அங்கே போய் சாப்பிடலாம். ஓகே. சதீஷ் பிளான் எப்படி? சதீஷ் பிளான் பிளான்னா எப்படி சொன்னேன், அல்வாக்கடை ஆப்போசிட் நெல்லைப்பெருக்கடை ஆப்போசிட் அல்வாக்கடை, അൽവാക്കട ആപ്പോസിറ്റ് നെല്ലപ്പേർക്കോയിൽ. ഏന്നാ വേഗൻ സതീഷ്. സംഭവം ഈ കോമഡി നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് എന്ന് പറയുമ്പോൾ അതായത് നെല്ലേപ്പൂർ കോവിൽ എത്രയോ വർഷം കൊണ്ടിരിക്കുന്ന കോവിലാണ്. അതാണ് ഏറ്റവും വലിയ ലാൻഡ് മാർക്ക്. திருநெல்வேலியை பொறுத்த வரைக்கும் ஹைலைட்டை வந்து எங்கள் ஊர் நெல்லைப்பேர் கோயில் தான். ஆனால் சைஸ் என்ன சொல்லுதானா അൽവാക്കട ஆப்போசிட் நெல்லைப்பேர் கோயிலுங்க. அப்பல അങ്ങനെ കോമഡിയാണ് ഗ്രൂപ്പിനകത്ത്. അപ്പോൾ சதீஷ் ஒன்று நினச்சிக்காத, சும்மா பண்ணுக்கு பேசுகிறோம். ஓகே, அவன் நினைக்க மாட்டான். போமா கால் நடக்க முடியல. எப்படி നടക്കലണ്ണേ? ആ കാലിൽ കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ആദ്യമൊക്കെ ഭയങ്കര പാടാണ് നടക്കാനായിട്ട്. ഇപ്പോൾ നടക്കണം. அந்த வானம் பெருசுதான் பூமி பெருசுதான் அதுக்கு மேல அப்படி இல்ல. அந்த வானம் பெருசுதான் பூமி பெருசுதான் அதுக்கு மேலையும் நட்பு பெருசுதான். பாடு. நம்ம கையில் சுழலுது பூமி. அப்படிதானே? ஆமா, சதீஷ் சொல்லுது. சதீஷ் மட்டும் என்ன இல்லாம விளாக் கிடையாது. விளாக்கே கிடையாது. சதீஷ் இல்லைங்கிற அவனை பற்றி குறை காரியம் பண்ண முடியும். சதீஷ் போட்டாருக்குள்ள இருக்கு. முன்னாடிலாம் கோவில பார்க்கும் பக்தியா இருக்கும். பக்தி வருது. நானும் எங்கேயா போவேன், சைஸ் இங்கேயே வந்தானே அப்படின்னு மனசே சொல்லணும் டக்குன்னு. இந்த சாமியார் போட்டு ஒரு நாள் கொரோனா டைம்ல இருந்தோம் பாரு, சாம்பிராய் கெட்டப்லாம் இருந்தோம், கண்ணு மட்டும் தான் தெரியுது. அது இப்படி இருக்கான், அவ்வளோ பாதுகாப்புல இருக்கான். அப்படி இருக்கு சைஸ் சொல்லுங்க. நீ பேக்ஸ் அடிக்கல, என்ன வச்சு அடிக்கிறா? நல்ல வேலை வரல. சைஸு நான் வரல, எனக்கு தெரியும். தங்கமணி வேற வந்துட்டான். நீ வாரன்னு வரலன்னு சொல்லிருக்கணும். அப்பனா வந்துருப்பான். நான் அப்படி சொல்லி வந்திருப்பான். என்ன பார்த்தனா ஐயோ ட்ரெயின் வர விட்டு அந்த வாரம் சொல்லிட்டு போயிடுவான். ஜடக்குன்னு கும்பிட்டு போவான். வேலை எங்க கிடையாது. സംഭവം എല്ലാ ആഴ്ചയും വ്യാഴാഴ്ചയാണ് സ്പെഷ്യൽ. അന്ന് വന്നു കഴിഞ്ഞാൽ നല്ലപോലെ പൂജയും ധ്യാനവും പിന്നെ സാപ്പാട് പുളിയോദര ഈ കോമഡി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ വേറെ ടൈപ്പ് കോമഡികളാണ്. നമുക്കുള്ളിലുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ. இது ஃப்ரெண்டு ஒருத்தர் ரொம்பவும் பக்தியாக இருப்பாங்க. அதனால எங்கிட்ட சகஜம் எப்போவுமே ஃப்ரெண்ட்லேயே பேசலாம். எப்போவுமே பக்தியாக பேசும்போது அதனால அவனை வச்சு நாங்கள் பேசுகிறோம். மற்றபடி பக்தியை பற்றி நாங்கள் எதுவும் குறை சொல்லலை, தப்பாக நினைக்க வேண்டாம். ஆமாம். സംഭവം ഫുൾ സൈലൻ്റ് ആണ്. പയ്യെ സംസാരിക്കണം. ഇവിടെ വന്നാൽ സൗണ്ട് ആക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ വരിക, മനസ്സിനെ റിലാക്സ് ആക്കുക, നല്ല ധ്യാനം ചെയ്തിട്ട് നല്ല ഒരു പോസിറ്റീവ് വൈബോടെ തിരിച്ചു പോകണം. അതാണ് ഇവിടുത്തെ പർപ്പസ് മെയിനായിട്ട്. നമുക്ക് കുറച്ച് ധ്യാനം ചെയ്യാം. மெடிடேஷன். ஆமாம், கால் மடக்க முடியாது. நம்ம சுதீஷ் அவர்கள் தியானத்துக்கு இறங்கி விட்டார்கள். கண்ணு சவுந்திருக்கு என்ன? எனக்கு எப்போவுமே அப்படியே ஆகிக்கலாம். நான் மேக்ஸிமம் ஹெல்மெட் யூஸ் பண்ண மாட்டேன். ஒரே மார்க்கெட்டு தான் போகலாம். அம்பே கல்லில் வச்சு அப்படியே அலைஞ்சு ஆகிட்டு 6 கிலோ குறைஞ்சிட்டேன். ஐஸ் உண்மையில கோயில் கட்டிடுவான்னு நினைக்காமல எனக்கு அப்படிதான் நினைக்கிறேன். നല്ല ഡിവോഷണൽ വൈബ്, ഒരു രക്ഷയില്ല. ഇപ്പോൾ അകത്ത് പൂജ അടയ്ക്കാണ്. ഇപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വെളിയിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അകത്ത് കയറാം. ഇപ്പോൾ അവിടെ അകത്ത് ആരുമില്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ പൂജ കഴിയുമ്പോൾ അകത്തേക്കേണ്ടി വരും. പെട്ടെന്ന് ഇറങ്ങണ മോശമല്ലേ? எல்லா தவறுகளையும் மன்னித்து
ഓക്കെ, അപ്പം സൂപ്പർ ട്ടാ. നല്ല അടിപൊളി ദർശനമായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ട് ആരുമില്ല ഇവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. നല്ല ദർശനം, നല്ല വൈബായിരുന്നു. സൗണ്ട്, മ്യൂസിക്, ഓ സൂപ്പർ. തങ്കമണി സമ ദർശനം സൂപ്പറായി, സമ വൈബ്. இப்போ இன்னைக்கு சாயங்காலம் வந்து 5 கோடி ரூபா நம்ம எடுத்து டொனேஷன் பண்ணிடுவோம். ஆமாம், டொனேஷன் யாருக்கு? இந்த கோயிலுக்கு வந்து சைஸ் அக்கௌண்ட்லேருந்து. சைஸ் அக்கௌண்ட் 5 கோடி. அவன் நம்பரை எப்போ சேவ் பண்ணோன்னு உடனே அவன் நம்பரை சேவ் பண்ணோன்னே அவன் நம்பரை வந்து ஹேக் பண்ணி நம்ம வந்து ഓക്കെ, അങ്ങനെ കോവിൽ തൊഴിൽ കഴിഞ്ഞും സൂപ്പർ വൈബായിരുന്നു, സൂപ്പർ ഫണ്ണായിരുന്നു ഇവരെ കൂടെ. പിന്നെ ഒരേ കുറവ് മാത്രമേ ഉള്ളൂ, ഇവിടെ നമ്മൾ സൗണ്ടായിട്ട് സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് പതുക്കെ ഫൺ ചെയ്ത് ചിരിച്ച് കുറച്ച് റീൽസൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരുപാട് ഹാപ്പി ആയിരിക്കുകയാണ്. ഇപ്പോൾ നല്ലൊരു പവർ കയറി റീൽസ് ചെയ്തപ്പോഴേ. സത്യം പറഞ്ഞാൽ റീൽസ് ചെയ്യാറില്ല സാധാരണ, ഞാൻ വ്ളോഗ് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്രാവശ്യം റീൽസും ഡാൻസൊക്കെ പാട്ട് പാടി ചെയ്തപ്പോൾ അപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ധൈര്യം ഉണ്ടായി. ഇപ്പം நம்மளாலே முடியும் ரீல்ஸ் பண்ண முடியும், நம்மளால சினிமா நடிக்க முடியும், நம்மளால ஹீரோ ஆக முடியும். ட்ரை பண்ணது தம்மா துண்டாங்கிறது தான் ஒரு கப்பலே நிறுத்தும். போடு அப்பா. ஒரு தடவை முடிவு பண்ணிட்டேன்னா என் பேச்சை நானே கேட்க മാറ്റേன். അപ്പോൾ ഇവരൊക്കെ അവർ സൈഡിൽ നിന്ന് ഒരു ഡയലോഗ് പറഞ്ഞ് എനിക്ക് ഡയലോഗ് പറയണം ആഗ്രഹമുണ്ട്, പെട്ടെന്ന് മൈൻഡ് കിട്ടില്ല. என்ன பேச? அப்போ சாப்பிட்டு பார்த்தீங்களா? ஆமாம் எப்படிச்சுல ஏதாவது பேசணுமா சார்? பேச அப்புறம் போகிறாங்க. சொல்லு சொல்லு, ஏதாவது சொல்லு உள்ள வைக்குமார் அந்த மாதிரி சூப்பரு. அதுவா பேசவே இல்லை വാ വാ പോവാ. സംഭവം ഒന്നും മൈൻഡ് പറഞ്ഞില്ല, അതുകൊണ്ട് സമയം വെക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, മല കയറാൻ முடியுமா அப்படி மேலே? அது கஷ்டம், ரூட் கிடையாது, ரொம்ப கஷ்டமான இருக்கும். காட்டு வழி பாதையாக இருக்கும், அது என் காலை வச்சு நடக்க முடியாது. ഓക്കെ, അവനക്ക് നടക്കാൻ முடியாது. ഇല്ലെങ്കിൽ നമുക്ക് പോകാമായിരുന്നില്ല, മല കയറായിരുന്നു. നല്ല സൂപ്പർ വ്യൂ അവിടെ നോക്കാനായിട്ട്. ഓക്കെ, ഇപ്പോൾ സമയം കണ്ടിരിക്കുകയാണ്. മണിപ്പോൾ കറക്റ്റ് 1:30 മണിയായിട്ടുണ്ട്. നമ്മൾ കുറേ നേരം സംസാരിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയി അറിഞ്ഞില്ല. ജസ്റ്റ് മിസ്, ഒരു ടിപ്പർ ലോറി ഇട്ട കാറി വന്ന് ഇപ്പോൾ ചാവാണ്ടാണ് നമ്മളെല്ലാം ചേർന്ന്. അത് ഒതുങ്ങാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് മുളിച്ചെടികൾ അതിങ്ങനെ പറന്ന് പറഞ്ഞു കാറ്റിൽ. ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ദാഹം കയറും, ഇപ്പുറത്ത് പോയാൽ മരണം. ഓ ദാഹം ടിപ്പർ നല്ല വാട്ടി പോടി ചങ്ങേര്. മണി ഇപ്പോൾ 2 മണി ആവാറായി. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോയല്ലോ, വിശക്കണം ഭയങ്കരമായിട്ട്. എല്ലാവർക്കും ചിക്കൻ ബിരിയാണി കഴിക്കാം. ഇവിടെ നല്ല സ്പെഷ്യലായിട്ടുള്ള കടയായതുകൊണ്ട് തങ്കമണിക്ക് അറിയാമല്ലേ അതെന്നുള്ളത്. ഈ ലൊക്കേഷൻ ഒരു മേലപ്പാളയാണ്. ഇവിടെ ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞത്. റൈറ്റ് കൈ കാണിക്കും, ഇല്ല ഹോട്ടലാ. ഓ ഇതാണ് കടയല്ലേ? സൂപ്പറായിട്ട്. ലെഫ്റ്റ് സൈഡ് ഫുൾ പൊറോട്ട, റൈറ്റ് സൈഡ് ബിരിയാണി. നല്ല തിരക്കുള്ള കടയാണല്ലോ. കൊള്ളാം, സംഭവം കൊള്ളാം. ഇരിക്കാൻ സ്ഥലം ഉണ്ടെന്നോട്ട് ആദ്യം. ഓക്കെ ഓക്കെ, ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല കേട്ടാ. ശരിപ്പാ, വെളിയിപ്പോ സംഭവം കൊള്ളാം, നല്ല മണമുണ്ട്. എൻ്റെ അമ്മോ. നമ്മളതിന് വേറെ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് RK ഹോട്ടൽ. നിങ്ങൾക്ക് കൂട്ടം കമ്മി ചെയ്തിറക്കണേ, ഹോട്ടൽ മാറിപ്പോയി. ഇതല്ല ഷേ, ഇതല്ലേ വെറുതെ കൊതിപ്പിക്കണം ആവശ്യമില്ലാതെ. ബിരിയാണി കണ്ടപ്പോൾ കൊതിയായിപ്പോ കേട്ടാ. എന്നാ ഓക്കെ ഡൺ. ഓക്കെ, വണ്ടി ഇങ്ങനെ പോട്ടും. ഉലകം ഉன்னை வெறுக்கும் போது உன்னை நீயே நம்ப போதும் ரத்தம் ஒரு சொட்டு மிச்சம் இருந்தாலும். என்ன பிரியாணி இல்லையா? இருக்கா? இங்கே வருது. ஒரு பீர் அடித்தா பிரியாணி சாப்பிடணும்ண்ணா. இல்லை இது பீரில் மோர். என்ன மோர் குடித்தா பிரியாணி சாப்பிடணும். அது வாய் தவறி பீர்னு சொல்லிட்டேன். மோர் കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. ഇനി വെയിറ്റ് ചെയ്ത് ഞാൻ തലറങ്ങി വരും. ചിക്കൻ ബിരിയാണി കേസരി, അതിൽ തൊട്ടാങ്ങളാ കേസരി இருப்பாங்களா? இனிப்புக்காக. ஓகே இருக்கட்டும். இப்போ எഗ് மாற்றி അങ്ങനെ തട്ടുക. വാ സൂപ്പർ. എനിക്ക് സത്യം പറഞ്ഞാൽ തമിഴ്നാട് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ കഴിക്കണമുണ്ടായിരുന്നു, അത് കഴിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. അടിപൊളി. സാൽസ സതി സൈഡിസ്. ചാൽന ഓഹാ എൻജോയ്. ചിക്കൻ 65. സൂപ്പർ അടിപൊളിയായി. സാധാരണ നമ്മുടെ കേരളത്തിലെ ബിരിയാണി കഴിച്ചിട്ട് മടുത്തു പോയി. ഇത് വെറൈറ്റി ആയിരുന്നു, നല്ല എരിവുണ്ട്, മസാല സൂപ്പറായിരുന്നു, കോമ്പോ അടിപൊളി. ചിക്കൻ 65
ഒരു മുട്ട, ഒരു കേസരി, ചാൽന. സൂപ്പർ. ആഹാരം എങ്ങനെയുണ്ട്? മേളപ്പാളയം. ആഹാരം കൊള്ളാമോ? കൊല്ലം. കൊള്ളാമോ? നല്ല ഇരിക്കാണ്. കൊള്ളാം. ആഹാരം കൊള്ളാം. അടിപൊളി. ആഹാരം കൊള്ളാം ചൊല്ലി. ആരുടെ കൊള്ളാം? ഫുഡ് കൊള്ളാം. ഫുഡ് കൊള്ളാം. ഓക്കെ പോന്നാ. എന്തൊരു പൊടി, 5 മിനിറ്റ് വണ്ടി ഒതുക്കിയപ്പോൾ തന്നെ ഇത്തിരി പൊടി ഉണ്ടാ. സോ ഇവിടെ കംപ്ലീറ്റ് ഈ മണൽ കംപ്ലീറ്റ് പറന്നുകൊണ്ടിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അടിച്ച് പറന്നു മണലൊക്കെ. ഓക്കെ അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് വിശാൽ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ, അടുത്ത് തന്നെ. അപ്പോളോ ഫാർമസിയാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയെ കണ്ടിട്ട് നമുക്ക് നേരെ വേറെ എങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. വിശാൽ സിനിമത്തിൻ്റെ വീട്ടിൽ. വീടല്ലല്ലോ, ഫാർമസി അല്ലേ ഇതാണാ? സ്വന്തം കടയാ? സ്വന്തം കടയാ? അപ്പോൾ ട്രീറ്റ് തന്നെ ഓണർ കൊടുപ്പാ വിശാൽ സിനിമത്തെ. എൻ്റെ കടയുടെ ഓണർ എங்கே വിശാൽ സിനിമ? ആളെ കാണും. எங்கே இருக்கா? നമുക്ക് വയസ്സ് ഇപ്പോൾ 35 ആവുത്, 18 கிடையாது. இப்போ இதான விஷால் செல்வா നമ്മളെ നൻപൻ ഒരുവൻ വന്ന പിറകു പുതു മാപ്പിള. அப்படியா? സത്യം പറഞ്ഞാൽ വിശാൽ സെൽവ എന്ന് പറഞ്ഞാൽ സാധാരണ കൂട്ടുകാരല്ല, എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ചങ്കെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരൻ തിരുനെൽവേലിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ വന്ന് ബ്ലഡൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് വിളിച്ച ബോഡി എത്തിയില്ലേ, ഒന്നും ആലോചിക്കാതെ. അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഇവിടെ ഒരാളുടെ കണ്ണ് വന്നിട്ട് ഇവിടെ നിൽക്കില്ല, ഓടിക്കൊണ്ടിരിക്കും. അത് ഒരു ഇതാണ്, എന്താ പറയുക, മിലിറ്ററി പോലെയാണ്. നമ്മൾ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുമോ? അടുത്ത മാസം കല്യാണം ഉണ്ട്, നമ്മൾ വിളിക്കും എന്തായാലും. ആ സമയത്ത് ഒരു കിടിലൻ വ്ളോഗ് ഉണ്ട്, ബാച്ചിലർ പാർട്ടി, ഓൺലി മോർ ദാൻ നോ ബിയർ. என்ன பார்ட்டி சொல்லு, என்ன பார்ட்டி எப்போ சொல்லு? கல்யாணம் என்னைக்குன்னு சொல்லு. பொங்கல் கழிச்சு கல்யாணம். பொங்கலுக்கு வந்து படத்தை பார்த்துட்டு கல்யாணம் முடிச்சுட்டு ஒரு வாரம் டூர் நம்ம கூட வரணும். அதுக்கப்புறம் தான் மற்ற விஷயங்கள்லாம். ஓகேவா? இதுக்கெல்லாம் பிளான் நீனாதான் இருப்பேன்னு எனக்கு நல்லதே தெரியும். എന്തായാലും വിശാൽ സെൽവം നമ്മുടെ ടൂർ വരില്ല മിക്കാറ്, കാരണം കല്യാണം കഴിഞ്ഞോണ്ടേ പുള്ളി ഹണിമൂണിലായിരിക്കും. വിശാൽ സെൽവം അപ്പം டேக் கேர், பார்த்துக்கோ. கல்யாணத்துக்கு கூப்பிடு, கண்டிப்பாக வரோம், வந்து என்ஜாய் பண்ணலாம். வரணும், அவ்வளோதான், கூப்பிட்டாச்சு. என்ன சொல்லியாச்சு. வந்து சரக்கு எடுக்க, சரக்கில் சரக்கு ஜாமான் தூக்கி உள்ளே வைக்க வேண்டியது, என்ன வேலை செய்ய வேண்டியது, கல்யாணம் நல்ல மாதிரி முடிச்சு கொடுக்கணும், அவ்வளோதான். சரக்கு எப்போ பார்த்தா சரக்கு பேசியிருக்காங்கன்னு. டாட்டா பாபா, சியூ LAPG. வீடியோ வரும், பார்க்கணும்ண்ணா. இப்போ பார்த்துக்கோ, வேலை டைம் ஆகிட்டலாம் பாரு. ஓகே, அவனு சமையாய் பா போட்டு டைம் ஆகிட்டா. அப்போ தங்கமணி போக சமையாய். என்ன வேணும் உனக்கு? என்ன இப்போ வீணா ஜஸ்ட் மிஸ் சுதீஷே അവിടെ കല്ല് കിടന്നത് കണ്ടില്ല. തങ്കമണി, എന്നെ വേണം ഉണക്ക്? നമ്മളെ ധനുഷ്മണിയായ തങ്കമണി ഇവിടെ എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ നിന്ന് ലെഫ്റ്റ്. ഓക്കെ, ഇനി എവിടെ പോകണം? ഇത് കുറേ ആയല്ലോ. ഇവിടെ എത്തിയാ? എന്താ ബൈക്ക് എടുത്ത് വരല്ലേ? ഇതാണ് തങ്കമണി വണ്ടി, പൾസർ. നമ്മളെ പൊല്ലാതെ സിനിമ ഇറങ്ങിയപ്പോൾ ധനുഷിൻ്റെ ബൈക്ക് പൾസർ ആയിരുന്നില്ല, അത് കണ്ട് ഇൻസ്പയർ ആയെടുത്ത ബൈക്കാണ്. അങ്ങനെ ഓക്കെ, അപ്പോൾ തങ്കമണിക്ക് ബൈ പറയാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ തങ്കമണി, தனுஷ்மணி செம்ம ஹாப்பியாக இருந்தேன் எனக்கு. ஆமாம், ரொம்ப சிரித்தேன், சிரித்து மறிச்சு வயிறு வேணா சகிக்காம போட்டு. நெக்ஸ்ட் ட்ரிப்பு பெருசாக போடுவோம், ஒரு 3 நாள் என்ஜாய் பண்ணுவோம். இது ஒன்றும் ஆகலை. இனிமேல் பிரியாணி வந்து எறும்பு கிடைக்கும். இது இல்லை முடிச்சல ட்ரேசர் டீலர். ஆமாம், டீலரா? ட்ரைலர், டீ கடை இல்லை, ட்ரைலர். ட்ரைலர் மெயின் பிக்சர் மேலே தான் இருக்குது. சூப்பர், படையப்பா ஸ்டைல். என்ன அப்புறம் வந்து ஒரு தத்துவம் பேசணும். நம்ம வாழ்க்கையை எது நோக்கி போயிட்டு இருக்கு, அடுத்த ஃபியூச்சர்ல என்ன ஆக போறோம்? ஒண்ணுமே வேண்டாம், சும்மா ஜாலியா இருப்போம், ஹாப்பியா இருப்போம். அதான் இந்த மாதிரி ഫ്രണ്ട്സ് കൂടെ ചേർന്ന് ആമാ ജാലിയാ இருக்கும். ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫ്രീ ആകുമ്പോൾ ചെറിയ ഉള്ള പൈസ കൊണ്ട് ബിരിയാണി കഴിച്ചിട്ട് ഒരു കറങ്ങിറങ്ങിയിട്ട് നല്ല ഫണ്ണും പറഞ്ഞ് ജോളിയായിട്ട്. ഇതുക്കപ്പുറം എന്നെ വേണം ലൈഫിൽ? എന്നാ നമുക്ക് നമ്മുടെ ജോലി സൈഡിൽ കൂടെ ചെയ്യുക, കൂടുതൽ പ്രഷർ എടുക്കാൻ പാടില്ല. അയ്യോ ഒന്നും ആയില്ലല്ലോ എന്നുള്ളത്, അത് സൈഡിൽ നടന്നോളൂ. നമ്മൾ ആർക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല, അത്രയാണ് മെയിനായിട്ട്. பொறாமப்படக்கூடாது, பொறாம போட்டி பொய்ச்சல விட ஏமாத்த விட கலவு பண்ணக்கூடாது. உங்களால் முடிஞ்சால் 4 பேருக்கு சின்ன இந்த ஹெல்ப் பண்ணணும், இல்லைன்னா ரொம்ப நன்றின்னு சொல்லிட்டு பின்னாடி வந்துடணும், அவ்வளோதான். மற்றபடி நம்ம எண்ணம் போல் வாழ்க்கை தான். நல்லா சைடுண்ணா, எந்த துரோகம் பண்ணக்கூடாது, பேக்கை தள்ளிவிட்டேன். இங்கே இருக்கட்டும். சரி, ஓகே. നന്ദമനെ വിട്ട് പുരിയുമ്പോൾ கொஞ்சம் വിഷമമുണ്ട്. കാരണം ഞാൻ ഈ വീട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ വിഷമാറി. ഇവരൊക്കെ ഓർത്ത് ആലോചിച്ച് മിസ് ചെയ്യും ഒരുപാട് എല്ലാവരും. സത്യം പറഞ്ഞാൽ എല്ലാവരും വീട് അടുത്താണെങ്കിൽ എന്നാ എല്ലാവരും വീട് പക്കത്തിൽ വരുന്ന டெய்லி பார்த்துக்கலாம், ஜாலியாக இருக்கும். அப்போ கூட சைஸ் வர மாட்டான், வேறு வீட்டுக்கு ஊரோட்டி போயிடும். அப்போ அடுத்த நேரம் எங்கே போகிறோம்? ஜங்ஷனுக்கு போகிறோம், சர்வீஸ் வரோம். வேகன் சர்வீஸ் அடுத்து மதுரை. நான் சொன்னால் மதுரை போயிடலான்னு சொன்னான். மதுரை போகல, அவன் அங்கே ஸ்டேஷனில் தான் இருக்கா? போய் சொல்லியிருக்கான் போலண்ணா. சரி.
சதீஷ்னாலே போய் தான் ஒரு ஸ்பை வச்சு விசாரிச்சிட்டோம். அதான் சதீஷோட மெயின் ஹெட் நம்ம ஆள் தான் மந்திரமூர்த்தி. அவன்கிட்ட கேட்டு பார்த்தேன், அவன் சொன்னா எங்கேயும் போகல, இங்கே தான் இருக்கான், இந்த ஃபேனை மாட்டிட்டு இருக்கான்னு சொல்லியிருக்காங்க. புள்ளி ஒர்க்கு ரயில்வேல ரயில்வேலு எலக்ட்ரிக்கல் ஸ்டாஃப் ஆன. சரி ஓகே தங்கமணி, சரி ஓகே. நண்பன் ஒருவன் வந்த பிறகு பாடு, சந்தோஷம். பாடு பாட்டு பாடு. நண்பன் ஒருவன் வந்த பிறகு நந்தவனமே ரோஜா இருக்கும் முள்ளு இருக்கும் நட்புக்குள்ளே அது இருக்கும். எது வருது? நட்புக்குள்ளே காதல் மற்றும் ஏதோ சொல்லுவாங்க. காதல் இல்லை, சரி காதல்னு தப்பாயிரும். சரி ஏதோ ஒன்று இருக்கும், நல்ல ஒரு விஷயம் ஏதோ இருக்கும். ஓகே, சந்தோஷ சிரிப்பு இருக்கும். வானவில், we are not வானவில், we are அது எந்த சொல்ல அவன் பேண்ட் டிசைன் நல்லா இருக்கும். பேண்ட் டிசைன் அது ஜென்சி அவங்கெல்லாம் ஒரு ஸ்டைலாக இருப்பாங்க, நம்மள மாதிரி கிடையாது. பேண்டெல்லாம் மேலே தான் இருக்கும், சட்டை வந்து ஜிப்பா மாதிரி இருக்கும். நெஞ்சில் பேண்ட் போட்டாலே நெஞ்சில் பேண்ட் போடுவாங்க, തിരിച്ചു മാറിക്കും നേരത്തെ റീൽസ് ചെയ്തപ്പോഴേ ഞാൻ ഇവിടെ തങ്ങമണി അപ്പുറത്തായിരുന്നു. ഇങ്ങനെ ചാടി വരായിരുന്നു. അപ്പൊ ഇവന് ചാടാൻ പറ്റില്ല, കാലൊടിച്ചിരിക്കല്ലേ. ഇവനാണെങ്കിൽ കാലൊളി അയ്യോ തല വലിക്ക് തിരിച്ചു. അപ്പാ ഇത് തങ്കമണിയുടെ മോനാണ്. പേരെന്നാണ്? அனோரா சாண்ட்ரியா. அனோரா அவன் பேரா? சாண்ட்ரியா மூத்த பொண்ணு இல்ல, ரெண்டு பேர். பேரே இது பேர் அனோரா சாண்ட்ரியா. அனோரா சாண்ட்ரியா. ரெண்டாவது பையன் சிங்குட்டி உள்ள இருக்கான். உள்ள இருக்கானா? பாரு பொம்பளை பிள்ளை அது. ஆமா, பையன் மாதிரி இருக்கா. எல்லாம் போடுறது பார்க்கல கீழே. பேர் சொல்லுமா. ரொம்ப கியூட்டா இருக்க. நீங்க வந்து பாய் சொல்லு, பாய் சொல்லு. ஸ்கூல்ல வந்து அப்பாவும் அங்கிளும் வந்து ரொம்ப ஃப்ரெண்டு. ஆமா, பெஸ்ட் ஃப்ரெண்டு. இங்க பாரு, எல்லாரும் போட்டு கலாய்ப்போம் சிரிப்போம் உட்காந்து. அந்த மாதிரி நீ வரக்கூடாது, நல்லா வரும். இங்க பாருல, இங்க பாரு, அங்க பாரு, கேமரா பாரு, அங்க பாரு. யூடியூப்ல வரும், யூடியூப்ல. எல்லா பேஜ் சொல்லு, எல்லா பேஜ் சொல்லு. அங்க பாரு, அங்க முத்தம் கொடுத்துரு. இப்படி காமி, இப்படி காமி, இப்படி காமி. இப்படி இல்ல, இப்படி காமி. ஏன்னு அது தங்கமணிയുടെ രണ്ടാമത്തെ മോനാണ്. മറ്റേത് സാൻഡ്രിയ മോള്, ഇത് മോൻ. ഇവൻ പേരെന്നെ? ஆண்ட்ரோஸ் ஃபெட்ரிக். ஆண்ட்ரோஸ் ஃபெட்ரிக். பெரிய பேரா இருக்கே. அப்பா ஹாய் சொல்லு. ஹாய் சொல்லு, பாய். ஒரு மாத்த அங்களுக்கு உமா 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 கொடுத்துரு. தேங்க் யூ. என்ன உமாட்டா? அம்மா அம்மா லப்பு லப்புன்னு லவ் யூ. லவ். ரொம்ப கியூட்டா இருக்க நீ. என்ன முழிக்கியா? சரி ஓகே, கண்டிப்பாக நெக்ஸ்ட் டைம் சூப்பராக என்ஜாய் பண்ணுவோம். இதோட இது ஜஸ்ட் கண்டிப்பாக நெக்ஸ்ட் டைம் சூப்பராக என்ஜாய் பண்ணுவோம். ராமேஸ்வரம் எல்லாரும் போகிறோம், பாருங்கள். எல்லாரும் கொஞ்சம் இந்த சப்போர்ட் பண்ணுங்கள். அவ்வளோதான். താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ ക്ലിക്കായി കഴിഞ്ഞാൽ തങ്കമണി ഫാൻസ് വന്നു കഴിഞ്ഞാൽ തങ്കമണി ഒരു സെപ്പറേറ്റ് ചാനൽ തുടങ്ങാൻ ഐഡിയ ഉണ്ട്. പുതു ചാനൽ സ്റ്റാർട്ട് பண்ணி நீ ஒரு பெரிய ஆளா வரணும். எஸ் ஆஃப் கோர்ஸ். இறங்கி ஆடு கபிலா, இது நம்ம காலம். ஆடு கபிலா போலீஸ்காரன்ட்ட இறங்கி ஆடு கபிலா நம்ம காலம் அப்படின்னு